നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കേരളത്തിൽ പകൽ സമയം ചുട്ടുപൊള്ളും. സംസ്ഥാനത്ത് പകൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ 3 വർഷം നടപ്പിലാക്കിയ ജനകീയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കൊടകര ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 3 മുറി വിശുദ്ധ സ്നാപക യോഹന്നാൻ പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കം. മുപ്പിളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി. പോറാത്ത ചന്ദ്രശേഖരൻ മാരാരും സംഘവും അവതരിപ്പിച്ച കൊടിക്കൽ മേളം അരങ്ങേറി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ പകൽ സമയം ചുട്ടുപൊള്ളും. സംസ്ഥാനത്ത് പകൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്ത് സമതല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് 36.2 ആണ് തലസ്ഥാനത്തെ താപനില. കേരളത്തിൽ പൊതുവെ പകൽ ചൂട് കൂടി വരികയാണെന്നും വരും ദിവസങ്ങളിലും ചൂട് ഉയരുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജനുവരി 15ഓടെ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങി. തുലാവർഷം പിന്മാറിയതോടെ ചൂട് കൂടാൻ തുടങ്ങി. ഇതിനുശേഷം കേരളത്തിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനവും കേരളത്തിന് മഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നില്ല. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ 3 വർഷം നടപ്പിലാക്കിയ ജനകീയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി MV ലോനപ്പൻ വിരമിച്ചു. യാത്രയയപ്പ് സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൻ C ഡേവിസ് വിശിഷ്ട സാന്നിധ്യമായി. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് KA ഫ്രാൻസിസ്, മുൻ പ്രസിഡന്റ് TV പ്രഭാകരൻ, ഭരണസമിതി അംഗം KJ ജോജു, മുൻ വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, മുൻ ഭരണസമിതി അംഗം VK വേലുക്കുട്ടി, സെക്രട്ടറി KV അനിത, ജീവനക്കാരുടെ പ്രതിനിധി PV ബൈജു എന്നിവർ പ്രസംഗിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കൊടകര ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. MC രജനി അധ്യക്ഷയായി. CITU ഏരിയ ട്രഷറർ PC ഉമേഷ്, KCEU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA വിധു, ഏരിയ സെക്രട്ടറി PV ഗോപിനാഥൻ, AS ജിനി, KR രാധാകൃഷ്ണൻ, AB സിന്ധു എന്നിവർ പ്രസംഗിച്ചു. 3 മുറി വിശുദ്ധ സ്നാപക യോഹന്നാൻ പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച 27 കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണങ്ങൾ ഒരുമിച്ച് ഒരേ സമയം പള്ളിയിലെത്തി സമാപിച്ചു. ശനിയാഴ്ച രാവിലെ ഫാദർ സെബി പുത്തൂരിന്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ട് കുർബാന, ഫാദർ സ്റ്റാൾസൺ കള്ളിക്കാടന്റെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം എന്നിവയുണ്ടായി. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ, കൈക്കാരൻ ബിജു തെക്കൻ, ജനറൽ കൺവീനർ ഡിറ്റോ കോപ്ലി, പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് ചക്കാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും ഇടവക മധ്യസ്ഥരായ തിരുക്കുടുംബത്തിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രസുദ്ധേന്തി വാഴ്ചയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചാലക്കുടി DYSP അശോകൻ നിർവഹിച്ചു. വെള്ളിക്കുളങ്ങര SHO സുജാതൻ പിള്ള, SI PR ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 10-ന് ഫാദർ ആന്റണി തെക്കിനിയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി, ഫാദർ ജോളി വടക്കന്റെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് 3-ന് ഫാദർ ഷാജു കളപ്പുരയ്ക്കലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം, രാത്രി 7-ന് കൊച്ചിൻ കലാഭവന്റെ മെഗാ ഷോ എന്നിവയുണ്ടാകും. മുപ്പിളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി. പോറാത്ത ചന്ദ്രശേഖരൻ മാരാരും സംഘവും അവതരിപ്പിച്ച കൊടിക്കൽ മേളം അരങ്ങേറി. ഈ മാസം 30-ന് ഉച്ചതിരിഞ്ഞ് 3-ന് പൊങ്കാലയും രാത്രി 7:30-ന് ദേശഗുരുതിയും 31-ന് മഹോത്സവവും നടക്കും.
മഹോത്സവ ദിനത്തിൽ രാവിലെ 10 മുതൽ ശീവേലി എഴുന്നള്ളിപ്പ്, കാവടിയാട്ടം, ഉച്ചതിരിഞ്ഞ് 4 മുതൽ കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം എന്നിവ ഉണ്ടായിരിക്കും. ഫെബ്രുവരി 1 വൈകിട്ട് 7:15 പള്ളിവേട്ടയും 2 രാവിലെ 8:30 ആറാട്ടും നടക്കും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതി പ്രകാരം ജനറൽ SC വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് നൽകുന്ന കട്ടിലിന്റെ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, ആൻസി ജോബി, വയോജന സംഘടനാ ഭാരവാഹികളായ VK വേലുക്കുട്ടി, TK ചാക്കുണ്ണി, അസിസ്റ്റന്റ് സെക്രട്ടറി MP ചിത്ര, ICDS സൂപ്പർവൈസർ സുധർമണി എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലയിൽ 5 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു. ഇതിന്റെ ഭാഗമായി പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി അളഗപ്പ നഗർ പഞ്ചായത്തിലെ വടനാത്രയിലുള്ള ഗുണഭോക്താവിനാണ് വീട് നൽകുന്നത്. മെയ് 1 വീട് കൈമാറാവുന്ന വിധത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 9 ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ നിർവഹിക്കും. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ അധ്യക്ഷനാകും. ശതാബ്ദി പൂർത്തിയാക്കിയ സെന്റ് ആന്റണീസ് വിദ്യാലയത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഗിൽസ് A പല്ലൻ, പ്രധാന അധ്യാപകൻ യൂജിൻ, PTA പ്രസിഡന്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. KJ ഷാജി സംവിധാനം ചെയ്യുന്ന അക്ഷരതാരം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകും. കോടാലി ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ആഘോഷിച്ചു. നില 2024 എന്ന പേരിൽ നടന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായിരുന്നു. പ്രധാന അധ്യാപിക TM ശകുന്തള, സജിത സജീവൻ, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, KS സൂരജ്, ലിൻഡോ, മുൻ അധ്യാപകരായ AY മോഹൻദാസ്, ജോസ് മാത്യു, KJ ധൂമിനി, മുഹമ്മദ് ഇസാൻ, PTA പ്രസിഡന്റ് ജോഷി എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും MPTA അംഗങ്ങളും ചേർന്ന് കലാവിരുന്നൊരുക്കി. സിനി ആർട്ടിസ്റ്റും ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് ഫെയിമുമായ ജോബി പാല അവതരിപ്പിച്ച കലാപ്രകടനവും ഉണ്ടായിരുന്നു. SYS മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SYS തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സയ്യിദി ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ പ്രസിഡന്റ് ഷെരീഫ് മൈതാനത്ത് അധ്യക്ഷനായി. SSF ജില്ലാ സെക്രട്ടറി അനസ് പുള്ളിയിൽ, കേരള മുസ്ലിം ജമാഅത്ത് മറ്റത്തൂർ സർക്കിൾ പ്രസിഡന്റ് മജീദ് സഖാഫി, സെക്രട്ടറി മുജീബ് കോടാലി, കോടാലി യൂണിറ്റ് പ്രസിഡന്റ് ഹബീബ് സഖാഫി, സെക്രട്ടറി CK അബൂബക്കർ, ഫിനാൻസ് സെക്രട്ടറി കുഞ്ഞു മൊയ്തീൻ എന്നിവർ സന്നിഹിതരായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗം സലീഷ് ചെമ്പാറയുടെ നേതൃത്വത്തിൽ 14-ാം വാർഡ് യൂത്ത് വിംഗും വാർഡ് കുടുംബശ്രീ ADS കമ്മിറ്റിയും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുന്നു. ഞായർ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പാലക്കിപ്പറമ്പ് VLP സ്കൂളിലാണ് ക്യാമ്പ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഗൈനക്കോളജി, പത്തോളജി, ഓർത്തോപീഡിക്, ഒഫ്താൽമോളജി, ഫാർമസി വിഭാഗങ്ങളിലായി വിദഗ്ധരായ മെഡിക്കൽ സംഘത്തിന്റെ പരിശോധന ഉണ്ടായിരിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിക്കും. AIYF പറപ്പൂക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലായിയിൽ ഇന്ത്യ സംരക്ഷണ സംഗമം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. AIYF മേഖലാ പ്രസിഡന്റ് ലിൻഡോ രാജ് അധ്യക്ഷത വഹിച്ചു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ മുഖ്യപ്രഭാഷണം നടത്തി. CPI ലോക്കൽ സെക്രട്ടറി R ഉണ്ണികൃഷ്ണൻ, AIYF മേഖലാ സെക്രട്ടറി CK ആനന്ദ്, എക്സിക്യൂട്ടീവ് അംഗം KS ചന്ദ്രൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ CD ജുനീഷ്, അഖില രതീഷ്, ദീപക്, സെബാസ്റ്റ്യൻ, LC അംഗങ്ങളായ ശിവരാമൻ, മേജോ, പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിനത്തിൽ തൊട്ടിപ്പാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചു. ചടങ്ങ് ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AK ബാലൻ അധ്യക്ഷനായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഞായറാഴ്ച വൈകുന്നേരം 4-ന് കിഴക്കേക്കോടാലി ഗ്രാമമന്ദിരത്തിൽ വെച്ച് നടക്കും. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6:30 നടക്കുന്ന പൊതുസമ്മേളനവും ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ശതാബ്ദി ഉദ്ഘാടനം മാർ ടോണി നീലങ്കാവിലും മന്ത്രി K രാജനും ചേർന്ന് നിർവഹിക്കും. TN പ്രതാപൻ MP അധ്യക്ഷനാകും. KK രാമചന്ദ്രൻ MLA ലോഗോ പ്രകാശനം നടത്തും. പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും.
യാത്രയുടെ കാൽ നൂറ്റാണ്ട് ആഘോഷിക്കുന്ന സഫാരി ക്ലബ് മൂന്നുമുറിയുടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മൂന്നുമുറിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചാനൽ ഫ്രെയിം മിലൻ നിർവഹിച്ചു. സഫാരി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി, സെക്രട്ടറി ബെന്നി ജോർജ്, നിഖിൽ മാമ്പ്രക്കാരൻ, PD ഷാജു, PD ബൈജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മുരളി ചാലക്കുടി നയിച്ച ഗാനമേള അരങ്ങേറി. കാലാവസ്ഥ. കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ക്ലർക്കിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ തിങ്കളാഴ്ച രാവിലെ 10:30 അസൽ രേഖകളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. ചെങ്ങാലൂർ കുരുതുകുളങ്ങര കൂള പൌലോസ് അന്തരിച്ചു. സംസ്കാരം നടത്തി. ട്രീസയാണ് ഭാര്യ. കല്ലൂർ കൊഴിഞ്ഞാമ്പാറ വീട്ടിൽ മുസ്തഫയുടെ മകൾ നൂർജഹാൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേരളത്തിൽ പകൽ സമയം ചുട്ടുപൊള്ളും. സംസ്ഥാനത്ത് പകൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ 3 വർഷം നടപ്പിലാക്കിയ ജനകീയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കൊടകര ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മൂന്നുമുറി വിശുദ്ധ സ്നാപക യോഹന്നാൻ പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കം. മുപ്പിളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി. പോറാത്ത ചന്ദ്രശേഖരൻ മാരാരും സംഘവും അവതരിപ്പിച്ച കൊടിക്കൽ മേളം അരങ്ങേറി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.